ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 41-ാം വാക്യം. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാകിയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് കുടിക്കുവാൻ ഒരു പാത്രം വെള്ളം നൽകിയാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വചനം അല്ലെ. തമ്പുരാന്റെ നാമത്തില് നീ ഇറങ്ങിയാല് നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ടത് നിന്റെ ദൈവം തരും. രണ്ട് കാര്യങ്ങള് ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നീ നിന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ നിനക്ക് വേണ്ടത് വേണ്ട സമയത്ത് നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. ഒരിക്കലും ഒരു കുറവും ദൈവത്തിന്റെ നാമത്തിൽ ഇറങ്ങി എന്നതിന്റെ പേരില് നിന്റെ ജീവിതത്തില് നിനക്ക് ഉണ്ടാവുകയില്ല. കാരണം നീ ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് അവന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിന്റെ കൂടെ നിന്റെ ദൈവം ഉണ്ടാവുകയും നിനക്ക് വേണ്ടത് നിന്റെ ദൈവം പ്രദാനം ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ദൈവനാമത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് സഹായം ചെയ്യാനായിട്ട് പറ്റുന്നത് ചെയ്യണം. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാവണം. തമ്പുരാന് വേണ്ടി കൊടുത്താല് അതൊന്നും ഒരിക്കലും പാഴായി പോവുകയില്ല, മറിച്ച് അതിന്റെ 100 ഇരട്ടി നിന്റെ ദൈവം നിന്റെ ജീവിതത്തില് നിനക്ക് പ്രദാനം ചെയ്യുമെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഒരുപക്ഷെ നമുക്ക് ഇന്ന് ദൈവത്തിന് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാ. തമ്പുരാന് എന്തിനാ കൊടുക്കുന്നത്? എന്റെ ദൈവത്തിനാണ് കൊടുക്കുന്നത്. എന്റെ ദൈവം എന്റെ ജീവിതത്തില് ഇന്നോളം ചൊരിഞ്ഞ നന്മകൾക്ക് നമ്മൾ പ്രത്യുത്തരം നൽകണം. അത് സാമ്പത്തികമായ കാര്യം, എന്റെ ആരോഗ്യം തമ്പുരാന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ സമയം, ഇതൊന്നും ഇന്ന് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് സമയമില്ലാതെ ഭൗതികതയോടുകൂടി ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. ഓടിക്കോ, ഇഷ്ടംപോലെ ഓടി ഇഷ്ടംപോലെ സമ്പാദിച്ചു. പക്ഷെ പല കുടുംബങ്ങളിലും ഇന്ന് സമാധാനമില്ല, സന്തോഷമില്ല. ഈ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തില് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് എന്റെ ദൈവത്തിന് മാത്രമേ പ്രദാനം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ജീവിതത്തില് എനിക്ക് സന്തോഷവും സമാധാനവും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, തമ്പുരാന് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കാനായിട്ട് തയ്യാറാവണം. തമ്പുരാന് കൊടുക്കുന്നതില് ഒരിക്കലും ഒരു മടിയും നമ്മുടെ ജീവിതത്തില് തോന്നാതിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവനാമത്തിൽ ചോദിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് വേണ്ടി നീ ഇറങ്ങി പുറപ്പെടുമ്പോഴും നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ടത് ദൈവം കൃത്യമായിട്ട് പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ദൈവനാമത്തില് സന്തോഷത്തോടുകൂടി ജോലി ചെയ്യുവാനായിട്ട്, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.